പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പഠനത്തോടൊപ്പം കൃഷിയും എന്ന നമ്മുടെ ആശയം ഒരുപറ്റം കുട്ടികൾ സ്വീകരിക്കുകയും അവരുടെ മിടുക്കന്മാരായ കുട്ടികൾ പഠനത്തോടൊപ്പം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കൃഷി രീതികൾ നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ജീവിത വിജയം അവർക്ക് കൈവരുന്നതിന് അടിസ്ഥാനപരമായി അവരെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം രക്ഷകർത്താക്കൾക്കും ഇത് ഫലപ്രദമായ ഒരു മാർഗനിർദ്ദേശമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ട് ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ ചർച്ച ചെയ്തത് കൃഷിയും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ഔഷധസസ്യങ്ങളെയും പറ്റിയൊക്കെയാണ്. ഈ അറിവുകൾ പുതിയ തലമുറയ്ക്കും അറിവില്ലാത്തവർക്കും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച അറിവ് ശേഖരിക്കാനും അത് നമ്മുടെ പ്രിയപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ഒരു ബെല്ലൈക്കൺ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു ദിവസത്തെ അധ്യയനം ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ആരംഭിച്ചത് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ്. രാവിലെ സ്കൂളിലെത്തി, അത് എല്ലാവരും കുളിച്ച് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒക്കെയാണ് സ്കൂളിലെത്തിയിരുന്നത്. അപ്പം അങ്ങനെ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അധ്യയനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു അസംബ്ലിയുണ്ട്. ഈ അസംബ്ലിക്ക് ആദ്യം ഈശ്വര പ്രാർത്ഥനയാണ്. അതിനുശേഷം നമ്മുടെ ഒരു പ്രതിജ്ഞയാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു തുടങ്ങിയ ഒരു പ്രതിജ്ഞ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ എങ്ങനെയാണ് എന്തുവാണ് എന്നും എനിക്ക് അത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അത് വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ദൃഢമായി രൂപപ്പെടും. ആ ആത്മവിശ്വാസം അധിഷ്ഠിതമായിക്കൊണ്ടാണ് നമ്മുടെ വിജയം മുന്നേറുന്നത്. അതുപോലെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് മുന്നേറുന്ന, പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികൾ ഒരു ദിവസം ആരംഭിക്കേണ്ടത് ഈശ്വര പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റു പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഈ കുട്ടി കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി 5 മുതൽ 20 മിനിറ്റ് വരെ ചിലവഴിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം വിജയിക്കും എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് കർമ്മവും ഈശ്വരനെ ഓർത്തുകൊണ്ട് ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾ സംയമനം പാലിക്കണം. സംയമനം എന്ന് വെച്ചാൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ഒക്കെ അത് ഒരേ രീതിയിൽ, അതായത് അമിതമായ ദുഃഖമോ അമിതമായ സന്തോഷമോ ഉണ്ടാകാതെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അതിന് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഈശ്വരധ്യാനം. അതായത് ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന ആ ദുഃഖങ്ങൾ മാറും എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈശ്വരധ്യാനത്തിലൂടെ നമുക്ക് കഴിയുന്നു. അങ്ങനെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാനും ആത്മസമനം പാലിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ ഈശ്വര സാധന ആവശ്യമാണ്. അതുപോലെ തന്നെ സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. അത് എടുത്തുചാട്ടവും അവിവേകവും ഒക്കെ കളയണം. പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികൾക്ക് അവിവേകവും എടുത്തുചാട്ടവും പാടില്ല. പിന്നെ മാതാപിതാക്കളുടെ പ്രത്യേകമായ ഒരു സഹായം ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. പല കുട്ടികളും ഇപ്പോൾ ചെയ്യുന്നത് മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾ കൃഷിയൂടെ ചെയ്ത് ജീവിക്കുന്ന കുട്ടികൾ, കൃഷിയൂടെ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് വില കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചെറുപ്രായത്തിൽ അനുസരണയും വിനയവും കുട്ടികൾ വളർത്തിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തും വാങ്ങുന്നതുമായ ഭക്ഷണം, നല്ല ഭക്ഷണങ്ങൾ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ഉപദേശങ്ങളും വേണ്ടി വന്നാൽ ശ്വാസനകളും അതിനപ്പുറത്ത് വേണ്ടി വന്നാൽ ശിക്ഷയും കൊടുക്കേണ്ടത് കുട്ടികളുടെ മാനസിക ശാരീരിക ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിരാമമിടാൻ കഴിയും. അതായത് തെറ്റായ വഴിയിലൂടെ പോകുന്ന കുട്ടികളെ അത് മനസ്സിലാക്കുകയും ആദ്യം അത് പറഞ്ഞു തരുത്താൻ ശ്രമിക്കുകയും അത് തിരുത്തിയില്ലെങ്കിൽ രണ്ടാമത് ഒരു ചെറിയ ശകാരവും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ചെറിയ ഒരു അടിയും കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്നാണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് രക്ഷകർത്താക്കളുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവൃത്തികളും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അതുപോലെ തന്നെ പല അധ്യാപകരും പഠിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് തോന്നലുണ്ട്. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വഴിയായിരിക്കുകയോ ശപിക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ ആത്മവീര്യം കെടുത്താനും അവരുടെ പഠനത്തിൽ നിരുത്സാഹപ്പെടുത്താനും പ്രേരണയാണ്, പ്രേരിപ്പിക്കുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തുന്നതും അവരെ ശപിക്കുന്നതുമൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് അവരുടെ മനോവീര്യം കെടുകയും ഒരുപക്ഷെ വിദ്യാഭ്യാസം കളയാനും ഉപേക്ഷിക്കാനും ഒക്കെ അവർ തയ്യാറാവുകയും ചെയ്യും. കുട്ടികളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ മനസ്സിലാക്കി വേണം കുട്ടികളോട് നമ്മൾ പെരുമാറാൻ. കുട്ടികളുടെ ഉത്സാഹം നശിപ്പിക്കാനും അവരുടെ മനസ്സ് തളരാനും ദുഃഖിക്കാനും ഇടയാകുന്ന ഒരു പ്രവൃത്തികളും രക്ഷകർത്താക്കളുടെയോ അധ്യാപകരുടെയോ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. സന്ദർഭോചിതമായി വേണം കുട്ടികളെ ശ്വാസിക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പോഷകാംശങ്ങൾ അടങ്ങിയ ആഹാരം, ഭക്ഷണം മിതമായ രീതിയിൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വിനോദവും വിജ്ഞാനവും ഒപ്പം വ്യായാമവും കൃഷിയിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നീട് അവർക്ക് വിശ്രമിക്കാനുള്ള സമയം രക്ഷകർത്താക്കൾ അനുവദിച്ചു കൊടുക്കണം. സദാസമയം പഠിക്കുക എന്ന് നിർബന്ധിക്കുന്നത് കുട്ടികളിൽ ഒരുതരം വിരക്തി ഉണ്ടാക്കാനും പഠിക്കാനുള്ള ആ പ്രേരണ നിരുത്സാഹമായി മാറാനും സാധിക്കുന്നു. അതുകൊണ്ട് ആ തരത്തിൽ നിരന്തരമായ ഉപദേശങ്ങൾ കുട്ടികൾക്ക് പാടില്ല. പകരം സന്ദർഭോചിതമായി പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളും ഒപ്പം പഠിച്ച് മിടുക്കരായ ആൾക്കാരുടെ കഥകളുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെയധികം പ്രയോജനമാണ്. അപ്പം കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അവർ വളരുമ്പോൾ ഉത്തരവാദിത്തമുള്ള കുട്ടിയായി, ഉത്തരവാദിത്തമുള്ള പൗരനായി നാടിനും കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായി മാറാനും സാധിക്കും. ഒരു കുട്ടി എന്താകണം എന്ന് ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവ് കുട്ടികൾക്കാണ് എന്ന കാര്യം നാം മറക്കരുത്. ഇഷ്ടമല്ലാത്ത ജോലിയിൽ പ്രവേശിച്ചാൽ ആ കുട്ടിയുടെ മനസ്സ് ദുർബലമാവുകയും വളരെയധികം പ്രശ്നങ്ങൾക്കത് കാരണമാവുകയും ചെയ്യും. കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് പഠിക്കാനും ഇഷ്ടപ്പെട്ട തൊഴിൽ അല്ലെങ്കിൽ ജീവിതമാർഗം നേടിയെടുക്കാനും ഉള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കുകയും അങ്ങനെ കുട്ടികൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ അവർ അധ്വാനിക്കുന്നവരും ഒപ്പം അധ്വാനം ആരാധനയാണ് എന്ന് മനസ്സിലാക്കി വളരുന്നവരും ഉത്തരവാദിത്വം ഉള്ളവരും മാതാപിതാക്കളെയും അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളെയും നാട്ടുകാരെയും രാജ്യത്തെയും സ്നേഹിക്കുന്നവരായും മാറിയെടുക്കുകയും ചെയ്യും. അപ്പോഴേ എല്ലാ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.